നിങ്ങളൊക്കെ അതിന്റെ ചെറിയ ഭാഗവാക്കല്ലേ ഒക്കെ സെറ്റ് ചേച്ചി, ഒക്കെ സെറ്റ് ചേച്ചി. എനിക്ക് വയ്യ. ഞാൻ നിങ്ങളുടെ കൂടെ പറയാ എന്താ പറയാ ഫുള്ളായിരുന്നു. എടുത്തിങ്ങനെ വരികയാണ്. അപ്പൊ വന്നര എന്റെ പിന്നാലെ, അതിന്റെ പിന്നാലെ ആരും. അപ്പൊ നിങ്ങളെങ്ങനെ ചേച്ചി നിന്നോട് ആണി പറിക്കണ്ട. അതിനെ രാവിലെ തന്നെ 2 ലിപ്സ്റ്റിക് ചുണ്ടിട്ട്. അപ്പൊ നമ്മളിവിടെ വീണ്ടും കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. അതിന്റെ ഇടയിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊരു റിവ്യൂ ഞാൻ തന്നെ ഇറന്ന് വിളിച്ചതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, നിങ്ങളൊക്കെ അതിന്റെ ചെറിയ ഭാഗവാക്കല്ലേ, അതുകൊണ്ട് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിയിടാന്ന് വിചാരിച്ചു. അല്ല, നമ്മൾ എന്തായാലും ആ ഒരു റിവ്യൂ കുറെ ആൾക്കാർ എന്നോട് പേഴ്സണലായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ റിവ്യൂ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ചെറിയ ഡാൻസിന്റെ ഇതിലൊക്കെ ഇട്ടിട്ട് തുടങ്ങാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഈ കുട്ടികളുടെ അസുഖങ്ങളൊക്കെ കൊണ്ട് ഡിലേ ആവുന്നതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചക്കൊക്കെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പിന്നെ എങ്ങനെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങളുടെ ഇതൊക്കെ എന്തായിരുന്നു? നല്ല അഭിപ്രായമായിരുന്നു പ്രോഗ്രാമിനെ. നമ്മളിപ്പോ അതുപോലെ ഫസ്റ്റ് ടൈം നടത്തുന്ന ഒരു പ്രോഗ്രാമാണെന്നുള്ളൊരു തോന്നയില്ല. അത് കുറെ തവണ നടത്തി പരിചയമുള്ളൊരു ഫീൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഫീൽ ചെയ്തത്. ടീച്ചർ നല്ല കമന്റ്സ് ആയിരുന്നു. അവര് പറഞ്ഞു അവർ ഒരുപാട് പ്രോഗ്രാമിൽ പോകുന്നതാണ്. പക്ഷെ ഇത് ടൈം ടു ടൈം ഒരു ഡിലേയും വരുത്തിയില്ല. അതാണ് നമ്മുടെ അതായിരുന്നു എല്ലാവരും എടുത്ത് പറഞ്ഞൊരു കാര്യം. കാരണം എല്ലാവരും നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാ ഈ ഒരു ടൈം മാനേജ്മെന്റ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഞങ്ങള് വർഷങ്ങളായി കുറെ വേദികളിൽ ഇങ്ങനെ പോയി കാത്തു നിന്ന് പ്രോഗ്രാം അറ്റൻഡ് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഡ്രോബാക്സ് ഒക്കെ നമ്മൾ സഫർ ചെയ്തിട്ടുള്ള. ശരിക്കും അതൊരു നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ശരിക്കും നമുക്കൊരു അഡ്വാൻറ്റേജ് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ടെൻഷൻ ആയത് കുട്ടികളല്ലേ. കുട്ടികള് ഫാഷൻ ഷോക്ക് വെയിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഡാൻസിന് വെയിറ്റ് ചെയ്യുന്നു. ആൾക്കാരുണ്ട്. അതെ. പിന്നെ നമ്മുടെ ആങ്കേഴ്സും നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു കേട്ടോ. ആങ്കേഴ്സും നമ്മൾ പറയണതിനനുസരിച്ച് ഇത് കഴിഞ്ഞ് ഇതിന്റെ കമന്ററി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അവരും ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ആങ്കേഴ്സ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ കൂടെ നിന്ന് വൾഡിയ ടീം ആയിക്കോട്ടെ, അതുപോലെ ഈവൻ പാർട്ടിസിപ്പൻസും അതുപോലെ നമ്മള് ശരിക്കും ഈവൻ അവിടെ നമ്മള് പ്രോഗ്രാം നടന്ന സമയത്ത് വെളിയിൽ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളെ പക്ഷെ നമ്മൾ വിചാരിച്ചത് ഭയങ്കര ഡിലേ ആവുന്നു. പക്ഷെ ഗോഡ് ഗ്രേസ് അതൊന്നും ആയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു ഇതായിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ് അതിന്റെ സപ്പോർട്ടും കോർഡിനേഷനാണ് അവരുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ടീമിൽ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കണ്ടായിരുന്നു എല്ലാവരും വന്നോ, എല്ലാ പാട്ടും കിട്ടിയോ. അവരിവിടെ ഒക്കെ സെറ്റ് ചേച്ചി. പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായ കളികളായിരുന്നു. എന്നോട് പറയാ ഞാൻ നിങ്ങളറിയാ തുഷു പറയാണ്, ശ്രുതി പറയാ ഈ അറിയാണ്ടൊരു കാര്യം ഉണ്ടായി, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം USB ചെയ്യാൻ ആൾക്കാർ കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾ എന്താ ചെയ്ത്? അപ്പൊ ഞങ്ങൾ മുന്നിട്ട് ആ പാട്ടെടുത്ത് നിങ്ങൾ ചെയ്തു. ആ സമയത്ത് ചെറിയ ഞങ്ങൾക്ക് വയ്യാണ്. അങ്ങനെ കുറെ ഇതായിരുന്നു. അതെ, ഇതിപ്പോ ഞാൻ എന്റെ ഒരു ടോക്ക് ഷോ ആണ്, എനിക്ക് വയ്യ. ഞാൻ നിങ്ങളുടെ കൂടെ പറയൂ. ഞങ്ങളുടെ സപ്പോർട്ടാണ് ഇനി നിങ്ങളുടെ കൂടമാണ്. ഇനിയിപ്പം കിഡ്സുകളുടെ ഒക്കെ അവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതെ, മിക്ക പേരൻസും അപ്രോച്ച് ചെയ്തിരുന്നു. എല്ലാരും ഈ പരിപാടി കഴിഞ്ഞ അന്ന് രാത്രി ഓൾമോസ്റ്റ് എല്ലാരും മെസ്സേജ് ഇട്ടിരുന്നു പ്രോഗ്രാം നന്നായിരുന്നു, എല്ലാരും ഹാപ്പിയാണ്, കുട്ടികൾക്കും ഭയങ്കര എൻജോയ് ചെയ്തു, അങ്ങനെ സ്റ്റേജ് ഫിയറോ ടെൻഷനോ ഒന്നും ഉണ്ടായില്ല, അവിടെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പറഞ്ഞു. നമ്മള് ബാക്ക് സ്റ്റേജിൽ കണ്ടിരുന്നല്ലോ, പേരൻസ് നല്ലൊരു കോർഡിനേഷനിലായിരുന്നു. കുട്ടികളെ അറേഞ്ച് ചെയ്യാനും ശരി, 1 by 1 കുട്ടികളെ സ്റ്റേജിൽ ഇതാക്കാനും ശരി, അങ്ങനെ ഓവറോൾ നല്ല ഇതാണ്. നല്ല കമന്റ്സ് ആണ് എല്ലാവരും ഉള്ളത്. കുറെ പേരൻസ് പറഞ്ഞു ശരി പ്രോഗ്രാം അറിയിക്കണം.
ഒരുപാട് പേര് ഇപ്പോഴും ഇൻ ടച്ച് ആണ്, മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മളുടെ മറ്റേ ഒരു കുട്ടി ഞാൻ ഷീൽഡ് കൊണ്ട് നടക്കാൻ പോയില്ലേ ഒരു കുട്ടിക്ക്, ആ അവര് ഇടയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓവറോൾ നമ്മളുടെ ഓഡിയൻസ് ആയിട്ട് വന്ന നമ്മളുടെ ഗസ്റ്റുകളൊക്കെ ഒരുപാട് അവരും എന്നോട് പറഞ്ഞിരുന്നു. കാരണം അവര് ഒരുപാട് വേദികളിലൊക്കെ പോയാണ്. ഈ ഒരു സ്റ്റാർട്ടിങ്ങില് ശരിക്കും പറഞ്ഞാൽ അവര് കണ്ടപ്പോ ഒരു ക്രൗഡ് കണ്ടപ്പോ നമ്മളോട് അയ്യോ ഇത്രയും ക്രൗഡ് ഉണ്ടായോ നിങ്ങളുടെ ആ ഒരു ഓഡിയൻസ് ഇത്രയും. കാരണം ചില ആൾക്കാര് ഫോട്ടോസൊക്കെ ഓൾറെഡി കിട്ടിയിട്ട് അവര് ഓക്കെ അങ്ങനെ വന്നവരുണ്ട്, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വരില്ല എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഇവിടെ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നല്ലതായിരുന്നു, അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞിട്ട് എന്നോട് പേഴ്സണലായിട്ട് വന്ന് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞതേ ആരടുത്തും വന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, ഞാൻ ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അത് കാരണം തന്നെ ഒരു ഇത് നമുക്ക് ആരോടും അവർക്ക് നമ്മളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് പിന്നെ വലിയൊരു കുഴപ്പമില്ല, ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, അറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ എന്റെ ഫുള്ളായിരുന്നു. എന്റെ കൊളീഗ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു, ഓഫീസിലൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞേ? നല്ല അഭിപ്രായമായിരുന്നു. എല്ലാരും എന്റർടൈൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. കുട്ടികളുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. കുട്ടികളായാലും എല്ലാരും ഗ്രൂപ്പായാലും എല്ലാരും അതിനനുസരിച്ചുള്ള പെർഫോമൻസ് നല്ല എന്തായാലും. പിന്നെ കുറച്ച് ആൾക്കാര് ഈ പറഞ്ഞ പോലെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്സിംഗ് ആയി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ നമ്മൾ ഇതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഈ ടൈം ശരിക്കും തികയില്ലേ. ഒരുപാട് പാർട്ടിസിപ്പൻസ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് പനി അങ്ങനത്തെ ഒക്കെ ആയിട്ട് വരാതിരുന്നിട്ടുണ്ട്. നമ്മള് അപ്പൊ അവിടുന്ന് വിളിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇന്ന് വരാൻ പറ്റിയില്ല അങ്ങനെയാണെന്നുള്ളത്. അവരും പിന്നീട് മെസ്സേജ് അയച്ചിരുന്നു, റിവ്യൂ ഇത് കണ്ടിരുന്നു, ഞങ്ങള് ഷോർട്സും ഹൈലൈറ്റ്സ് എല്ലാം കണ്ടിരുന്നു, നല്ലതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചില ആൾക്കാർ ബിരിയാണി ഷെഫ് കോമ്പറ്റീഷൻ മുൻകണ്ട് ചില ആൾക്കാർ വന്നു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബിരിയാണി. പക്ഷെ അതിന്റെ ഒരു ബിരിയാണി ഷെഫിന്റെ മാത്രമായിട്ട് അഗൈൻ നമ്മളൊരു കോമ്പറ്റീഷൻ കൂടി നമ്മള് ചെയ്യാം. കാരണം അതിന് കുറച്ചും കൂടെ ഒരു ഇത് വേണം. കാരണം ശരിക്കും പറഞ്ഞാൽ അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ അത് സ്പേസ് ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നല്ലോ, കുറെ പേര് സ്റ്റോൾസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും സ്പോൺസേഴ്സ് ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ, അതാണ് എടുത്തു പറയേണ്ടത്. അതെ, നമ്മളെ എന്താ പറയാ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മൾക്ക് പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറഞ്ഞു ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇവൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവരും വിളിച്ച് ആക്ച്വലി നമ്മൾ പറഞ്ഞു ഇത്രയും ഇതായില്ല, അവരുടെ സാഹചര്യങ്ങളെ കൊണ്ട് പല രീതിയിൽ നമ്മളോട് നമ്മുടെ പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവരൊക്കെ പറഞ്ഞു മിസ്സായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് ഒക്കെ നല്ല കമന്റ്സ് ഒക്കെ വന്നു. ഇനി അടുത്ത ഇതും കൂടി നമുക്ക് ഈ ഒരു ഇതും കൂടി ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അതിന് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവണം. അതല്ല രസം, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴേ ഫസ്റ്റ് ഈ ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടെ അപ്പൊ ഞാൻ ഈ ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ വന്നര എന്റെ പിന്നാലെ, അതിന്റെ പിന്നാലെ ആരും അപ്പൊ നിങ്ങൾ എങ്ങടാ ചേച്ചി അപ്പൊ വന്ദന വേഗം തിരിഞ്ഞു, ഉണ്ടായ സംഭവം അല്ലേ വന്ദനക്ക് ചീത്തയും കേട്ടിട്ടുണ്ട്. വന്ദന അങ്ങോട്ട് തിരിഞ്ഞു, അപ്പൊ അനു പിന്നാലെ അതിന് എങ്ങടെ പോണേ വന്ദന പോണേ നിന്നോട് ആണി പറിക്കണ്ട പിന്നെ എല്ലാവരും കൂടെ സ്റ്റേജിന്റെ ബേക്കിൽ നിങ്ങളെ പറഞ്ഞ സ്റ്റേജിൽ എനിക്ക് ദേഷ്യം വന്ന് ഒക്കെ വന്നു. അവയെ വന്ദനക്കിട്ട് പോകുന്ന സമാധാനായി, അപ്പൊ വേഗം വന്നു. അങ്ങനെയൊക്കെ ചില ഇതുണ്ടായി. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിന്റെ ബാഗില് നിമ്മി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അത് നീയുണ്ടോ അവർക്ക് കയറാൻ സമയം, അപ്പൊ നീ എന്താ ഇവിടെ? അപ്പൊ പറഞ്ഞു അല്ല ചേച്ചി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ഈ വയറായിട്ടാ അവളാണെങ്കിൽ എന്റെ കുട്ടിയെ പോയി അവിടെ പോയിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞു. അല്ല ചേച്ചി കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ആ ഒരു ടെൻഷൻ വയറുമെങ്ങാനും കൊണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് നമിതയും നമ്മുടെ ജിജിയും നന്നായിട്ട് അത് മാനേജ് ചെയ്തു, കൃഷ്ണയും കൂടിയിട്ട് മാനേജ് ചെയ്തു. അത് കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഇതായിരുന്നു. പിന്നെ
പിന്നെ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളെല്ലാരും ആ ടൈമിൽ സ്റ്റേജിൽ കയറി കളിച്ചല്ലോ ഡാൻസ്. അതെ അത് എല്ലാരും പറഞ്ഞു. ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ അത് മാറി കയറി കളിച്ചു. അതും ദേവസാഴ്ച നന്നായി ചെയ്യാൻ പറ്റി. അതെ, ചേഞ്ച് ചെയ്യാതെ നമ്മൾ ഓരോരുത്തരും ബാച്ചായിട്ട് പോയി ഡ്രസ് ചെയ്തിട്ട് ഇതായ കാരണം അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതാ ഞാൻ ഇല്ലാതെ. അതെ 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 അതെ. പിന്നെ നമ്മൾ ആ ഒരു കോസ്റ്റ്യൂം തെരഞ്ഞെടുത്തോണ്ടാണ് കേട്ടോ. കാരണം ഒറ്റ സാരി പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് മറ്റുള്ള സിനിമാറ്റിക്കിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈം എടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടൈം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുടികെട്ടും പിന്നെ മേക്കപ്പ് പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ള മേക്കപ്പ് വെച്ചിട്ട് ചെയ്തു. പക്ഷെ ലൈറ്റിന് നമ്മളുടെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് ആ മേക്കപ്പിന്റെ അത്ര അങ്ങോട്ട് ഇതായില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 3 ഡ്രസ് മാറ്റിയിട്ടുണ്ട്. നല്ലതായിരുന്നു. അതായത് നല്ലൊരു ഇതുണ്ടായിരുന്നു. നമ്മള് ലാസ്റ്റ് എല്ലാരും കൂടെ സ്റ്റേജിൽ നിന്നപ്പോ അതൊരു നിങ്ങൾ ഇത്രയും ഷോർട്ട് ടൈമിൽ സാരി മാറ്റി ഡാൻസ് ഡ്രസ് മാറ്റി ഇതൊക്കെ എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ നമ്മളുടെ ഇതിലൊരു എടുത്തു പറയത്തക്ക ഒരു ഇതെന്ന് പറഞ്ഞാൽ LED സ്ക്രീൻ. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മുടെ ആ പ്രോഗ്രാമിന്റെ LED സ്ക്രീൻ ഒരു ഡ്രോബാക്ക് ചെയ്തിട്ടില്ല. കളർഫുള്ളായിരുന്നു. പിന്നെ നമ്മള് തലേദിവസം പോയിട്ട് എന്താ പറയാ നമ്മുടെ കാറ്റ് മുഴുവൻ നമ്മുടെ വെച്ചോണ്ട് അതും ഒരു ഇതായില്ല. അങ്ങനൊക്കെ ഇതുണ്ടായിരുന്നു. നല്ല നല്ല പിന്നെ ചൂസ് ചെയ്ത ലൊക്കേഷൻ നല്ലതായിരുന്നു. അത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു. പാർക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനൊക്കെ ഇതുണ്ടായിരുന്നു. നല്ല ഓവറോൾ ഇതുണ്ടായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു പരിപാടി. അതെ അതല്ല മലയാളി മംഗ അതിനൊരു വെറൈറ്റി ഉണ്ടായിരുന്നല്ലോ. അതാ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ്. പിന്നെ കണ്ടസ്റ്റന്റും നല്ല രസമായിരുന്നു. എന്നോട് ഫസ്റ്റ് റൗണ്ടില് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് റൗണ്ടില് 2 പിള്ളേര് വിഡ്രോ ചെയ്തില്ല അവരുടെ. അപ്പൊ എന്റെ അടുത്ത് ജഡ്ജസ് വന്ന് ചോദിച്ചു എന്തിനാ അവരെ വിഡ്രോ ചെയ്യാനായിട്ട് സമ്മതിച്ചത്. കാരണം അവര് നല്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫീച്ചർ നല്ല ഫീച്ചർ ആണല്ലോ എന്ന് എന്നോട് അവര് പോയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഉടനെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡ്രസ്സ് മാറുന്നുണ്ടായിരുന്നു. ഞാൻ അവരോട് പോയി പറഞ്ഞു. അപ്പൊ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവര് സ്വയം വിഡ്രോ ചെയ്തതാണ്. പക്ഷെ അപ്പൊ അവനോട് നമ്മുടെ മെയിൻ സ്റ്റേജ് റോഷ്നി പറഞ്ഞു എന്തിനാ അത് എന്താ പറയാ അവരിതാക്കി നല്ലതായിരുന്നല്ലോ. ചിലപ്പോ ഞങ്ങളുടെ മാർക്ക് ചിലപ്പോ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്ന്. അപ്പൊ പക്ഷെ അവര് നല്ല ടഫ് കോമ്പറ്റീഷൻസ് ആയിരുന്നു. കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. എല്ലാം ജഡ്ജസിന് ആക്ച്വലി ബുദ്ധിമുട്ടായിരിക്കും. ആ കോർഡിനേഷനും കോസ്റ്റ്യൂമും എല്ലാം നോക്കുമ്പോ എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊരു നല്ല എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാളും നല്ല ഒരു ഇതുണ്ടാവും എന്ന് വിചാരിക്കാൻ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മതി നെഗറ്റീവ് എന്താ പറയാ നമ്മള് നെഗറ്റീവേ ഇല്ല. നെഗറ്റീവ് എന്ന് പറയാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് സ്പോൺസേഴ്സിന് പിടിക്കാം. കാരണം ഇപ്രാവശ്യത്തെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പ്രോഗ്രാം മൊത്തം നടത്തിയത്. ഈവൻ സ്മോൾ ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മള് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇത്ര നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതെന്ന് ഒരു ഫിനാൻഷ്യൽ ഇതുണ്ട്. അപ്പൊ അതിന് ബാലൻസ് ഉള്ള എമൗണ്ട് മൊത്തം നമ്മളുടെ ഇതാണ്. അപ്പൊ ആ ഒരു ഇതില്ലാതെ നെക്സ്റ്റ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കുറച്ചും കൂടെ എന്താ പറയാ ക്യാൻവാസ് ഒക്കെ ചെയ്ത് സ്പോൺസേഴ്സ് കുറച്ചും കൂടെ ഉള്ള ഇതുപോലെ കുറെ ചെറുതാണെങ്കിലും കുറച്ചധികം സ്പോൺസേഴ്സിനെ പിടിച്ച് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ അതായത് ഇപ്പം നമ്മളിപ്പോ കൊടുത്തത് ക്യാഷ് പ്രൈസസ് ആണ് എല്ലാവർക്കും. അതിനേക്കാളും കുറച്ചും കൂടി നല്ല എമൗണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാഷ് പ്രൈസ് വളരെ നല്ലതാണ്. വളരെ നല്ലൊരു എമൗണ്ട് ആണ്. അപ്പൊ നെക്സ്റ്റ് ഇയർ കൊടുക്കുമ്പോ നമ്മളുടെ ഇപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ കുറച്ചും കൂടി ആകുമ്പോൾ നല്ല സ്പോൺസേഴ്സിന് ഒബ്വിയസ്ലി കിട്ടും. നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടാതിരിക്കില്ല. അപ്പൊ നമുക്ക് സ്പോൺസേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസസ് ആണെങ്കിലും നമുക്ക് കുറച്ചധികം കൊടുക്കാം. അപ്പൊ ആ ഒരു ഇത് ഉണ്ട്. പിന്നെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ വെച്ചാൽ പിന്നെ ഒരു പ്രോഗ്രാം ഒക്കെ ആവുമ്പോ കുറച്ച് തിരക്കും ബഹളമൊക്കെ ഉണ്ടാവും. പിന്നെ കോർഡിനേഷനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ വളണ്ടിയർ ഗ്രൂപ്പ് ആണെങ്കിലും നമ്മളെ ജെൻസ് ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും എല്ലാം നമ്മൾ ഒരു രജിസ്ട്രേഷൻ തൊട്ട് എടുക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഗ്രൂപ്പ് അവർ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ അവർ ഓരോരുത്തർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതില് മൈക്ക് സൗണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും ചെയ്തു. അങ്ങനെയൊക്കെ എല്ലാം നല്ലതായി ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതൊക്കെ തന്നെയാണ് പിന്നെയുള്ളത്. പിന്നെ ഉള്ളത് നമുക്ക് കുറച്ചും കൂടി ഓഡിയൻസ് വരുന്ന ഇപ്പൊ ഈ പ്രോഗ്രാമിന് ഇത്രയും ഓഡിയൻസ് ഒന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാം ചിലപ്പോൾ കുറച്ചും കൂടി ഓഡിയൻസ് വരാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയൊരു ഹോള് വേണമെങ്കിൽ സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നോർമലി 2-3 ഐറ്റംസ് ആണ് നമ്മൾ ഒരു കോമ്പറ്റീഷൻ. അതെ 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 5 കോമ്പറ്റീഷന്റെ പിന്നെ 5 കോമ്പറ്റീഷൻ അല്ല 5 പ്ലസ് 6 കിഡ് ഷോ, 2 ഡാൻസ്, 2 സോളോ ഡാൻസ്, 5, 6 ഷീസ് പാക്സ് 6. അതെ 6 പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ കളറിംഗ് കോമ്പറ്റീഷൻ നടത്തി. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അതെ 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 അപ്പൊ അതുകൊണ്ട് അതൊരു കുറച്ചുകൂടി കുട്ടികളെല്ലാരും എൻഗേജ്ഡ് ആയിരുന്നു അവിടെ. ആരും അങ്ങനെ ഒരു ബഹളം വെച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതൊരു ഇതുണ്ടായി. പിന്നെന്താ വേറെ വിശേഷം? എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ക്വസ്റ്റ്യൻ ചോദിക്കേ ഇതാണ് ക്യാൻഡിഡ് ഫോട്ടോ ആയിട്ട് എടുത്തോളൂ. എന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ അയക്കണ ക്യാപ്ഷൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അല്ല ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ഞാൻ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഈ ഒരു ഇത്രയും ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാമാണ്, ഇത്രയും മനോഹരമായിട്ട് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. അത് ആ ഒരു പ്രൊഫഷണൽ രീതിയിലായാലും എല്ലാ രീതിയിലും അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അത് ഈ നമ്മുടെ നിങ്ങളുടെ തന്നെ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂ ചെയ്യുന്നത് ഒരുപാട് പ്രോഗ്രാം പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലേ? കാരണം എനിക്ക് ഫസ്റ്റ് പ്രോഗ്രാം എനിക്കറിയാം ഇതിന്റെ എല്ലാം മുന്നിട്ട് രേഖ തന്നെയാണ് നടന്നത്. ഉണ്ട്, എന്നാലും കൂടുതലും ആ ഒരു പ്രൊഫഷണൽ നമുക്ക് അസൈൻ ചെയ്യുവാണ്, നമ്മൾ ഇത് ചെയ്യണം എന്നുള്ള രീതിയിലെല്ലാം അസൈൻ ചെയ്ത് തരുന്ന രേഖ തന്നെയാണ് അല്ലേ? അപ്പോ അത് അയ്യോ അല്ല അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ്, അതായത് നിങ്ങളൊരു ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരുപാട് ഡാൻസിന് വന്നിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലെ ഓരോ പ്രോഗ്രാം. ഫസ്റ്റ് നടത്തുന്ന പ്രോഗ്രാം ഇത്രയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് വളരെ അധികം അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനിവിടെ നമ്മളിപ്പം ഡാൻസ് കളിച്ചു തുടങ്ങിയിട്ട് തന്നെ ഒരു 10-12 വർഷമായി. ഇവിടെ തന്നെ കണ്ടിന്യൂസ് ആയി നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തന്നെ 8 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വെച്ചാൽ ഓരോ വർഷവും പല പല സ്റ്റേജസും പല പല ഇതും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അവര് ചെയ്യുന്നതും. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ബാക്ക് സ്റ്റേജിൽ പ്രസന്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അവർ ചെയ്യുന്നതും ഓടുന്നതും ഒക്കെ ഫ്രം സ്റ്റാർട്ടിങ് ഓൺവേഴ്സ് നമ്മൾ കാണുന്നതാണ്. പിന്നെ ചില പ്രോഗ്രാമിൽ നമ്മളും ഇതേപോലെ അസിസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ പലതിലും നമ്മൾ ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പം അപ്പൊ അതുകൊണ്ട് അന്നേ നമ്മളിത് മീറ്റിംഗ് കൂടുമ്പോഴേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിൽ അതൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യാം. മേ ബി ഉണ്ടാകാം അവരൊക്കെ പക്ഷെ എങ്കിൽ പോലും നമ്മൾ മാക്സിമം അതുകൊണ്ടാണ് ആ ഓരോ കാര്യങ്ങളും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. ഇൻകേസ് ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരിക്കും. എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ചേക്കാളും നല്ല രീതിയിൽ നടക്കാൻ പറ്റി തന്നെ നല്ലൊരു ഇതാണ്. കാരണം ഞാൻ പറയും ചില ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ച് നമ്മളോട് പറഞ്ഞു പരിപാടിയെ കുറിച്ച് വളരെ നല്ല ഗംഭീര അഭിപ്രായമായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ പ്രോഗ്രാം ആണെന്ന് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ വെൽ എക്സിക്യൂട്ട് ടൈം മാനേജ്മെന്റ് ആയിരുന്നു നമ്മുടെ ഏറ്റവും ഓൺ ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അത് ക്ലോസിംഗ് സെറിമണിയും ഓൺ ടൈം ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഡാൻസ് കഷ്ടപ്പെട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമില്ലാണ്ട് നമ്മൾ വന്നിട്ട് രാത്രിയൊക്കെ പഠിച്ച ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ടൈമുള്ള സമയത്ത് ഓരോരുത്തരോട്ടും പോയി ഡ്രസ്സ് മാറിക്കോ എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, അത് അങ്ങോട്ട് കയറ്റി വന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എങ്ങനെയെങ്കിലും ആ ഡാൻസ് കളിച്ചേ പറ്റുള്ളൂ. അതാ എനിക്കും ആ ഒരു ഇതുണ്ടായി പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും പോയി ഡാൻസ് ഡ്രസ്സ് മാറി നിൽക്കും, ഞാൻ എങ്ങനെയെങ്കിലും. അപ്പൊ എന്നോട് കുറെ തവണ ചേച്ചി പോയി ഡ്രസ്സ് മാറി ചേച്ചി സമയമായി ഞാൻ ഇതിന് 5 മിനിറ്റ്സിൽ ഞാൻ ഡ്രസ്സ് മാറാന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ. ഞാൻ ആ ലാസ്റ്റ് സിനിമാറ്റിക് അതിനേക്കാളും മുന്നാണ് ഞാൻ ഓടി വന്ന് ഡ്രസ്സ് മാറിയത്. അപ്പൊ അങ്ങനെയും നമുക്ക് പറ്റും. ചില ആൾക്കാര് കണ്ണാടിയുടെ പ്രോഗ്രാമേ കണ്ണാടി ഞാൻ വാടി ഇപ്പൊ ചില ആൾക്കാർ ലിപ്സ്റ്റിക് ചോദിക്കില്ല, അതിന് രാവിലെ തന്നെ 2 ലിപ്സ്റ്റിക് ചുണ്ടിട്ട് ആരാന്ന് ഞാൻ പറയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇനി എന്തായാലും നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു. എല്ലാ ഓൾ ടൂർ ഉണ്ടായിരുന്നു, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു.
പിന്നെ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഫയലാണ് ആക്ച്വലി. കാരണം വീഡിയോസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചായിട്ട് നമ്മളുടെ ഇതില് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അവർക്ക് നമ്മൾക്ക് ഇപ്പൊ പാർട്ടിസിപ്പൻസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അവർക്ക് നമുക്ക് കൊടുക്കാം. ഓക്കെ, അവര് ലിങ്ക് കൊടുത്തിട്ടേ അവര് ചെയ്തിട്ട്. അല്ലാതെ നമുക്കിത് പ്രാക്ടിക്കൽ അല്ല. കാരണം 1 മണി തൊട്ട് 10 മണി വരെയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ആൾക്കാർ. അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് നോക്കാം, അത് ചെയ്യാം. പിന്നെന്താ, പിന്നെ ഈ പരിപാടിയുടെ ഏറ്റവും സന്തോഷം കണ്ടത് 2 സെറ്റ് ഓഫ് പേരൻസിന്റെ മുഖത്തായിരുന്നു കേട്ടോ. അവർക്ക് അത് വലിയൊരു അഭിമാനമായിരുന്നു. ഓൺ സ്റ്റേജ് കയറി അതങ്ങനെ ഒരു ഇനാഗ്രേഷൻ ചെയ്യാനും എല്ലാവർക്കും സമ്മാനം കൊടുക്കാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ വയ്യ. കാരണം എന്റെ അടുത്ത് കുറെ ആൾക്കാര് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ, ഈവൻ നമ്മുടെ ഗ്രൂപ്പിലും എല്ലാം ചേച്ചിയൊക്കെ ആരാണ് ചീഫ് ഗസ്റ്റ് ആരാ, ഈ പറഞ്ഞ നമ്മള് ഞാൻ സ്പോൺസർ പിടിക്കാനായിട്ട് പോയ പല ആൾക്കാരും ചോദിച്ചു നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആരാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആരെയും നമുക്ക് ഫിക്സ് ചെയ്തിട്ടില്ല, നമ്മളുടെ ലോ ബഡ്ജറ്റ് ആണ്, അതുകൊണ്ട് മാത്രമല്ല. ഈവൻ പിന്നെ ഞാൻ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളുടെ ഗ്രൂപ്പിലത്തെ പാരന്റ്സ് ആരൊക്കെ ഏതൊക്കെ പാരന്റ്സ് ഉണ്ട് അവരെ കൊണ്ട് നമ്മളുടെ ഒരു ഫസ്റ്റ് പ്രോഗ്രാം ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിച്ചില്ലേ നിങ്ങളുടെ പാരന്റ്സ് വരുന്നുണ്ടോ, ആരെങ്കിലും പാരന്റ്സ് ഉണ്ടോന്ന്. അപ്പോ ഓൾറെഡി എന്റെ പേരൻസ് വരുന്നുണ്ടായിരുന്നു. അത് ഇത് പ്രമാണിച്ചല്ല, അല്ലെങ്കിൽ അവർ ആ സമയത്ത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യവശാൽ സ്നേഹ ഉണ്ടായിരുന്നു. പിന്നെ ഹെലന്റെ പേരന്റ് വരുന്നു പറഞ്ഞു. പിന്നെ അത് നീട്ടി കുറച്ച്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അപ്പൊ ഇതറിഞ്ഞപ്പോ തന്നെ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അതെന്ന്. കാരണം നമ്മളുടെ ഒരു കാര്യം, നമ്മളുടെ പേരൻസ് ആണ് ഏറ്റവും വലിയ. എത്ര വലിയ ചീഫ് ഗസ്റ്റ് ഉണ്ടാണെങ്കിലും, ചീഫ് ഗസ്റ്റ് ഇതെല്ലാം നല്ല പറയണം, പക്ഷെ എത്ര ഉണ്ടായെങ്കിലും ഏറ്റവും പ്രയോറിറ്റി നമ്മളുടെ പേരൻസിനെ കൊണ്ട് ആ ഒരു അനുഗ്രഹം എപ്പോഴും നമ്മളുടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതൊരു നല്ലൊരു ഇതായിരുന്നു. അപ്പൊ അതും കൂടെ നമുക്കൊരു ഭയങ്കര ഇതായി, ഒരു വെറൈറ്റി ആയി. അവർക്കും അതെ, കുട്ടിക്കാലത്തൊക്കെ സ്റ്റേജിൽ കയറി പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ കയറുന്നുള്ള സന്തോഷവും. അപ്പൊ അതും ഒരു നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു, വെറൈറ്റി. അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇൻഷാല്ലാ കുറച്ചും കൂടെ ഗ്രാൻഡ് ആക്കാം, കുറച്ചും കൂടെ ഐറ്റംസ് കുറച്ചും കൂടെ വെറൈറ്റി. പറഞ്ഞ പോലെ നമ്മള് ഷീസ് പാക്സ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡാൻസിലാണെങ്കിലും വെറൈറ്റീസ് കൊണ്ടുവരാൻ നോക്കാം. പിന്നെന്താ, പിന്നെ നിങ്ങളുടെ കുറച്ചും കൂടി നിങ്ങളുടെ മടികളൊക്കെ മാറ്റാം, അങ്ങനെയുള്ള വല്ല ടാസ്ക് അല്ലല്ല. അടുത്തേക്കും ഈ ഞാൻ അറിയാണ്ടൊരു കമ്മിറ്റി എങ്ങനെയാണ് ചേച്ചിയുടെ അങ്ങനത്തെ ഒരു കമ്മിറ്റി ഇവരായതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പഠിച്ച ടീമാ, ഇങ്ങനെ ഇരിക്കാൻ നോക്കണ്ട. പിന്നെന്താ, അപ്പം നമ്മളുടെ ഒരു റിവ്യൂ നമുക്ക് അതിന്റെ ചെയ്യാം. ഒരുപാടായി. വെറുതെ ബോറടിപ്പിക്കണ്ട. എന്തായാലും എല്ലാം കവർ ആയിട്ടുണ്ട്. ഇപ്പൊ കടന്നു വരുന്ന അവിടെ നോട്ടിട്ട് എന്റെ വരെ എത്തിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കുറെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല, കാരണം പക്ഷെ കൊണ്ടുപോയി കൊടുത്തു. അത് വലിയൊരു കാര്യമായിരുന്നു കേട്ടോ. മീൻസ് തിരിച്ചു പോയ പാർട്ടിസിപ്പൻസിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അതെ അതെ, ഞാൻ എല്ലാവരെയും 2 ദിവസം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. കാരണം അവർക്ക് അതൊരു ഹോണറാണ്. അതെ അതെ, നമുക്ക് സദസ്സിന്ന് മേടിക്കാൻ പറ്റിയില്ല, പിന്നെ അത് കിട്ടാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോത്സാഹന സമ്മാനങ്ങൾ കുറച്ച് മേടിക്കാത്തവരുണ്ട് പാർട്ടിസിപ്പൻസിന്റെ. അപ്പൊ അവരുടെ കുറച്ച് ട്രോഫികളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വിളിക്കുന്നവരാണെങ്കിൽ നമുക്ക് നിയർ ബൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെന്താ വേറെ, പിന്നെ ചെണ്ടമേളം എല്ലാവർക്കും ഇഷ്ടമായി. അത് നല്ലൊരു ചെണ്ടമേളം നമ്മുടെ ആശാന് ഒരുപാട് സന്തോഷം. കാരണം ആ ചെണ്ടമേളം നമുക്ക് ഇങ്ങോട്ട് വന്നതാണ്. നമ്മളുടെ ആ ഒരു സദസ്സിനെ എന്താ പറയാ, ഒരു അഡീഷണൽ ഒരു ഇതാ ചെയ്യാൻ വേണ്ടിയിട്ട് മാഷ് ഇങ്ങോട്ട് ചോദിച്ചതാണ്. ചെണ്ടമേളം ഞങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങളുടെ സ്റ്റുഡൻസിന് ശരിക്കും അരങ്ങേറ്റം പോലെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്കതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയി തോന്നി. ബ്ലെസ്സിങ് മാത്രമല്ല, സന്തോഷം തോന്നി. കാരണം ആ നമ്മളുടെ ചാർട്ട് ചെയ്ത ലിസ്റ്റില് ഞാൻ ചെണ്ടമേളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിന്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെണ്ടമേളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ശരിക്കും ഹാഫ് ആൻ അവർ പോവില്ല, ഇത് എങ്ങനെയാണ്. പിന്നെ അത്രയും ഒരു ഇതില് അവർ ചോദിച്ചു. പിന്നെ നമ്മുടെ റഗീസിന്റെ ഫ്രണ്ടാണ്. അപ്പൊ റഗീസും കൂടെ പറഞ്ഞുകൊണ്ട് സീരിയസ് ആയിട്ട്
എന്തായാലും ചെയ്യാൻ ചോദിച്ചു. പിന്നെ മാഷിനെയും ആദരിക്കാൻ പറ്റി. അപ്പൊ അതും ഒരു ഭയങ്കര സന്തോഷം. നമ്മളുടെ എല്ലാം കൂടെ നമ്മളുടെ എല്ലാം കോർ തികഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഒരു വൈബ് ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള പ്രോഗ്രാം ശരിക്കും ചെണ്ടമേളം ഒരു അനിവാര്യമാണ്. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചുള്ള നമ്മളെ തേടി വന്നത് നമുക്കതൊരു ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതും ഒക്കെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പോസിറ്റീവ് തന്നെ. ഈ ഒരു പോസിറ്റിവിറ്റി എല്ലാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളെ അനുഗ്രഹിച്ചവർക്കും നമ്മളെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്തവർക്കും നമ്മളോട് സജഷൻ പറഞ്ഞവർക്കും അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്കും നമ്മുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അവിടെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ സഫർ ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് പ്രോഗ്രാം കഴിയുന്ന വരെ ഒരുപാട് ആൾക്കാർ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴും എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഒരുപാട് നന്ദി പറയാനില്ല. നന്ദി എന്നുവെച്ചാൽ അങ്ങനെയല്ല, നന്ദി അത് ഔപചാരികമായി പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇവരുടെ ഭാഷയിൽ വേറെ എന്തൊക്കെയോ പറയും. പറയൂട്ടി. ഇതേ സപ്പോർട്ട് അങ്ങോട്ടും ഞങ്ങളുടെ അടുത്ത പരിപാടിക്കും വേണം. അതല്ലാതെ തന്നെ ഞങ്ങൾക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് അതിനുള്ള ക്ലാപ്പ് എല്ലാവർക്കും കൂടി. പിന്നെ